നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനി എതിരെ നിന്നതേതുമേ താനയങ്ങ് നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. ഹായ്, വെൽക്കം ടു സി വി തെലിസ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കുറച്ച് ദിവസം മുമ്പ്, ഒരു 3-4 ദിവസം മുമ്പ് ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് ഒരു രാത്രി പാട്ട് പാടിയപ്പോഴേക്കും കയറി വൈറലായപ്പോൾ ഒരു കുഞ്ഞാറ്റയുണ്ട്. ആ കുഞ്ഞാറ്റയുടെ ഒന്ന് അവരുടെ വീട്ടുകാരെയൊക്കെ കാണിച്ച് പരിചയപ്പെടുത്താനും കുഞ്ഞാറ്റ കുട്ടിയുടെ കുറച്ച് പാട്ടുകൾ കേൾക്കാനാണ് നമ്മൾ ഇന്ന് എല്ലാവരും വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടായത്? ഇത്ര പെട്ടെന്ന് വിചാരിക്കാതെ അല്ലേ? രാത്രി ഉറങ്ങി എഴുന്നേറ്റ ഒരു സമയപ്പോഴേക്കും വൈറലായി ആണോ? ആണ്. എങ്ങനെയായിരുന്നു അത്? ഒന്ന് പറയോ? എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത്? പറ. ഞാൻ കല്യാണ വീട്ടിൽ പോയി പാടി കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കൂളിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് എൻ്റെ വല്യമ്മയും ചേട്ടനും കൂടെ പറയണത് എന്താണ്, പിന്നെ അയൽവക്കക്കാരും പറഞ്ഞ് എന്താണ് കുഞ്ഞാറ്റെ പാട്ടുപാടിയതിന് ചെലവുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് വൈറലായെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ വെറുതെ പറയണിരിക്കുന്നു വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. അതന്നെ തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് അനന്തു ചേട്ടാ വീഡിയോ കാണിച്ചു തന്നത്. അപ്പൊ ലൈക്കും ഇതൊക്കെ ആയപ്പോ ഷോക്കായിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് അച്ഛനും അമ്മയൊക്കെ അറിയണേ. നിങ്ങള് സ്കൂളിലായിരുന്നു അല്ലെ? ടീച്ചറാണ് കേട്ടോ, അമ്മ ടീച്ചറാണ്. പരിചയപ്പെടുത്തി ടീച്ചറെ. പറ. ശരിക്കും വന്ന് ഒരു ഉച്ചയ്ക്ക് വൈറലായി. നമുക്കങ്ങനെ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ ഇതൊന്നും നമ്മൾ എടുക്കാറില്ല. ഇല്ല, ഇവരെ കൊണ്ട് ഞാൻ എടുപ്പിക്കാറുമില്ല. അപ്പൊ ശരിക്കുള്ള ടീച്ചർ തന്നെ അല്ല, അതിന്റെ ഒരു എനിക്കത് ശരിക്കും മനസ്സിലായതില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പാട്ടെടുത്തു. തലേ ദിവസം പിന്നെ കൂടെ നിന്ന് പാടിയത് അച്ഛൻ്റെ ഒരു കൂട്ടുകാരനായതുകൊണ്ട് അവിടെ നിന്ന് പാടി കണ്ടു. പിന്നെ നമ്മളത് ഒന്നും ശ്രദ്ധിക്കാനൊന്നും പോയില്ല. മിക്ക ഫംഗ്ഷനൊക്കെ പോകുമ്പോ അവിടെ കൊണ്ട് ഞങ്ങൾ പാടിക്കാറുണ്ട്. പക്ഷെ അതിങ്ങനെ ഇത്രയും ഫേമസ് ആവുമെന്ന് ചിന്തിച്ചില്ല. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വിളിച്ച് അപ്പൊ എന്നെ രാവിലെ മുതലേ എന്റെ അടുത്ത വീട്ടിലെ പിന്നെ കുട്ടി വിളിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ചാനലുകാരെ വിളിക്കുന്നുണ്ട്, ഇത് പറയാറില്ല എന്നൊക്കെ പറയാൻ വേണ്ടി. അന്നേരം സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ LP സ്കൂളിലാണ് പഠിപ്പിക്കണത്, സ്കൂളിൽ. അപ്പൊ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ കുട്ടികളുടെ ഫോണൊന്നും എടുക്കാൻ കൂടി പറ്റത്തില്ല. അപ്പൊ പിന്നെ റേഞ്ച് ഒക്കെ ഇച്ചിരി കുറവായ കാരണം വിളിച്ചാലും കേൾക്കത്തില്ല. അപ്പൊ അതിങ്ങനെ വിളിച്ച് നോക്കിയപ്പോ ഇടക്ക് എന്തോ ഒരു ഇന്റർവ്യൂ സമയത്ത് നോക്കിയപ്പോഴാണ് 5 വിളിക്കണം. അപ്പൊ എന്താണ് കാര്യമൊന്നുമില്ല. അവളൊരു വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോ അവളിങ്ങനെ വിളിച്ചത്. പക്ഷെ എന്നിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ വൈറൽ ആയതിന്റെയൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു അത്ര പ്രാധാന്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അപ്പൊ തന്നെ വിളിച്ചത്. അപ്പൊ അവളിങ്ങനെ മെസ്സേജ് ഇട്ടാണ്, ഞാൻ എടുക്കാനായിട്ട് അവൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വരും ഓൺലൈൻകാരൊക്കെ വന്ന് നോക്കൂന്ന് പറഞ്ഞു. സ്കൂളിലൊന്നും പറയാൻ പോയില്ല, എങ്ങനെയാണെന്നൊന്നും ഇതറിയില്ല. പിന്നെ പറഞ്ഞു പാട്ടിങ്ങനെ പാടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ വിളിച്ചതിനെ വിളിച്ചു പറഞ്ഞ് ചേച്ചി അത് വൈറലായി എന്നൊക്കെ പറഞ്ഞ് മീഡിയക്കാര് വൈകുന്നേരം വരും പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി അപ്പൊ എന്തോ ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ പറയില്ല, ഇൻസ്റ്റാഗ്രാം ഒന്നും അങ്ങനെ ഇല്ലാത്ത കാരണം ഇവർക്കുണ്ട്. പിന്നെ ഇവരുടെ അക്കൗണ്ടിൽ നമുക്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. ഞങ്ങളടുത്ത് ഇതാക്കാം, അല്ലാണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പിന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ അല്ലേ ഉണ്ട്. അതുകൊണ്ട് അച്ഛൻ പറ, അച്ഛന്റെ ഒരു അനുഭവം എന്തായിരുന്നു? കുഞ്ഞിന്റെ ആ ഒരു വൈറലായെന്ന് കണ്ടപ്പോഴേക്കും സന്തോഷമായോ? എങ്ങനെയായിരുന്നു? സന്തോഷമാണ്. ഞങ്ങള് ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങള് രണ്ടുപേരും ജോലിക്ക് പോയല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ ഈ യൂട്യൂബില് അപ്ലോഡ് ചെയ്ത ആദിൽ എന്ന് പറഞ്ഞ ആദിൽ ബഷീറാണ് മോളുടെ പാട്ടെടുത്ത് അപ്ലോഡ് ചെയ്തത്. ആദിൽ നിങ്ങൾക്ക് മുൻപരിചയമൊന്നുമില്ല? ഇല്ല. കല്യാണം വീട്ടിൽ കല്യാണം കൂടാൻ വന്ന ഒരാളാണ് ആദിൽ. പക്ഷെ അദ്ദേഹം ചെയ്തത് കൊണ്ട് അതിനെ വിളിച്ചോ? എന്നിട്ട് അതിനെ വിളിച്ച് ഞങ്ങൾ 2-3 പ്രാവശ്യം വിളിച്ച് പിന്നെ മെസ്സേജ് ഒക്കെ ഇടാറുണ്ട്. അതിലെന്നെ വിളിച്ച് പറയണ എന്നെ പോലെ വൈറലായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ വീഡിയോ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് വീഡിയോ പേഴ്സണലായിട്ട് ഇട്ട് തന്നു. അവിടുന്ന് അന്ന് പിടിച്ച വീഡിയോ
എനിക്ക് കിട്ടുന്നത്. അപ്പോഴും ആ വീഡിയോ മാത്രമല്ല വാട്സപ്പ് കിട്ടുന്നത്. അതെ, അപ്പൊ ഇതൊന്നും കാണണം, ഫേസ്ബുക്കിലുള്ളതൊന്നും അല്ല കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് അത് കണ്ടത് അല്ലേ? അപ്പൊ സന്തോഷം. ആ പാടിയ പാട്ടൊന്ന് പാടിത്തരോ? ഒന്നും കൂടെ നമുക്ക് പാടാം. അന്ന് മൈക്കിൽ കൂടെ ഒക്കെയാണ് പാടിയത് അല്ലേ? കരോക്കെ വെച്ചിട്ടുണ്ടായിരുന്നോ? കരോക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കരോക്കെയൊന്നും ഇല്ലാണ്ട് കുഞ്ഞു പാടാൻ പോവാട്ടാ. പാടും. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചെലോക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞളമാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉറങ്ങ് 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 ഉറങ്ങ്. നീ നടന്നു പോകുമാ നീണ്ട് നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനി. എതിരെ നിന്നതേതുമേ താനെയങ്ങ് നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ. തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. മൂടും നിരുട്ടകറ്റാൻ തീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും. നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളമാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഇന്നലെ ആൻറ്റി കാറിലിരുന്നാണ് മോള് പാടുന്നത് കേട്ടത്. അതെന്താണെന്നറിയാം മോളെ, എനിക്കിപ്പോഴും എനിക്കത് മോള് പാടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് പാടുന്നു കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷമം വരുന്നു ഉള്ളിലിങ്ങനെ കൊണ്ടിട്ടേ. ഇപ്പോഴും ഞാനിങ്ങനെ വിങ്ങി പൊട്ടിയാണ് ഇവിടെ ഇരുന്നത്. ആൻറ്റി ചക്കരക്ക് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമില്ലടാ? ആ പാട്ട് പഠിക്കാനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. സിന്ധു എന്നാണ് ടീച്ചറിന്റെ പേര്. അപ്പൊ ടീച്ചറിന് ഇപ്പൊ എന്തോ ബിസിനസിന്റെ കാര്യമൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ചാളായിട്ട് വന്നില്ല. ടീച്ചറാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ടീച്ചറാണ് ട്രെയിൻ ചെയ്ത് എടുത്തല്ലേ? ഓ, ടീച്ചർ വിളിച്ചോ മോളെ? ടീച്ചർ വിളിച്ചാ? സന്തോഷമായി കാണും ടീച്ചറിനും. അമ്മക്ക് സങ്കടം വന്നല്ലേ? അതെ. എത്ര വയസ്സിലാണ് നമ്മുടെ കുഞ്ഞു പാടും എന്നുള്ളത് തിരിച്ചറിഞ്ഞത്? 4 വയസ്സ്. 2-3 വയസ്സൊക്കെ പിന്നെ ചന്ദ്രൂർ മായല കമലനേട്ടൻ ഒരു ദിവസം വീട്ടിൽ വന്നൊരു ഫോണില് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നു. പിന്നെ രജീറ ആങ്ങളമാര് വന്ന് ഇതുപോലെ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ, അത് പിന്നെ മുന്നോട്ട് പോയില്ല, വീഡിയോ പിടിച്ചിട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇവളെ ചെറുതായിട്ട് പാടുമ്പോ തന്നെ എല്ലാവർക്കും ഒക്കെ ഒരു ഇഷ്ടമായിരുന്നല്ലേ? ഇത് കഴിഞ്ഞപ്പോ ക്ലാസ്സിൽ ചെന്നല്ലോ, വൈറലായി, ക്ലാസ്സിൽ പോയി. അവര് സ്കൂളിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടോ വീഡിയോ? കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കുറെ പേരൊന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ പിറ്റേ ദിവസമാണ് എന്താണ് സാറ് ഗ്രൂപ്പിൽ ഇട്ടത്. റാം എന്നാണ് പേര്, സാറിന്റെ പേര്. പുള്ളിക്കാരൻ ഹിന്ദിക്കാരനാണ്. കെവിയിലാണ് പഠിക്കുന്നതേ ആള്. സാറ് ഹിന്ദി സാറാണ് അല്ലേ? നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പൊ സാറ് കേട്ടു ഈ പാട്ട്. എന്നിട്ട് മോളോട് എന്ത് പറഞ്ഞു? അല്ല, പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോയില്ലായിരുന്നേ.
ഓ ഹോസ്പിറ്റലിൽ പോയി മോള്. അപ്പം എന്നിട്ട് അപ്പൊ പിന്നെ ഇതുവരെ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് മറ്റേ ചിൽഡ്രൻസ് ഡേ ആണല്ലോ. അപ്പൊ അവിടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇന്നലെയും എന്താണ് കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കിടന്നപ്പോ 11 മണിയൊക്കെ ആയി. അപ്പൊ ഇന്ന് പോവാൻ പറ്റിയില്ല. പിന്നെ ചെല്ലുമ്പോഴായിരിക്കും കൂട്ടുകാരൊക്കെ ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ടവിടെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ വിളിച്ചോ? ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചോ? കുറെ പേര് വിളിച്ചു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെ നമ്മളുടെ ഈ ഇതിന്റെ സംഗീത സംവിധായകനൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടല്ലേ? ചേട്ടച്ചാരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടോ. അവൻ അത് കമന്റ് ഇട്ടെന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സോറി. മോന്റെ പേര് പറ. അനന്തകൃഷ്ണൻ. എത്രാം ക്ലാസ്സിലാണ്? 8th സെന്റ് പീറ്റേഴ്സ് കുമ്പളങ്ങിയിൽ പഠിക്കുന്നത്. മോനാണോ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തത്? ഇന്നവരൊക്കെ കമന്റ് ഇട്ടു അങ്ങനെയൊക്കെ മോൻ അറിയായിരുന്നു അല്ലേ? ഇത് കമ്പോസറാണ്, മ്യൂസിക് ഡയറക്ടർ ആണെന്നൊക്കെ അറിയായിരുന്നു. എന്നിട്ട് പറ. ആര്? ഡയറക്ടറെ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്ന? പിള്ളേർക്ക് അതിന്റെ ഒക്കെ പ്രാധാന്യം അറിയാട്ടോ. അമ്മ ഇതൊക്കെ അറിഞ്ഞ് ഞെട്ടിയിരിക്കണം. അതൊക്കെ എപ്പോ? വേറെ ആരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്? പിന്നെ എന്താണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സുരഭി ചേച്ചിയൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആറമ്മിലെ വില്ലനായിട്ട് അഭിനയിക്കണം പോലീസ് പുള്ളി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഞങ്ങളിവിടെ വന്നപ്പോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് ആരാ വന്ന കുഞ്ഞിനെ കാണാൻ? MLA. ആരാണ് നിങ്ങളുടെ MLA? ദലീമ മാഡം. ദലീമ മാഡം. ഇവിടെ MLA നല്ല പാട്ടുകാരിയായിട്ടുള്ള നമ്മുടെ ദലീമ ചേച്ചിയാണ് അല്ലെ? അങ്ങനെ ദലീമ ചേച്ചി വന്ന് പൊന്നാടയൊക്കെ അണിയിച്ചു. അമ്മ അതൊക്കെ മിസ് ചെയ്തു കേട്ടോ. കൊച്ചിന് പൊന്നാടയൊക്കെ അണിയിച്ചു. ആദ്യമായിട്ടല്ലേ പൊന്നാടയൊക്കെ ഇടുന്നേ? ഇതിനിപ്പോ പൊന്നാട തന്നിട്ടുണ്ടോ ആരെങ്കിലും? പൊന്നാട അണിയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇന്നലെ അല്ല, ഈ വൈറലായതിനു ശേഷം അല്ലേ? വൈറലായതിനു ശേഷം. അതിന് മുമ്പ് സ്കൂളിലൊക്കെ പാടി സമ്മാനം വാങ്ങാറുണ്ടോ? നമ്മള് പങ്കെടുക്കാറുണ്ട്. ആണ്. ഇവിടെ കുറച്ച് ട്രോഫി സമ്മാനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചേ. ഇനി ഇഷ്ടമുള്ളൊരു പാട്ട് പാടിത്തരുമോ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? ഏറമല തന്നെ ഉള്ളൊരു പാട്ട്. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചിപ്പറന്നെൻ കൂട്ടിലെത്തൂലെ പുലരെ ചിന്നിച്ചിതറും കൊതിയാ കുറുമേ കണ്ണക്കുറുമേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നു നനിയാ തങ്കമേ 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 തന്താനേ മായം കാട്ടി മയക്കിടല്ലേ മനത്തോടെ നടത്തിടല്ലേ കാതിലിന്ന് ചൊന്നതെല്ലാം നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് ഉടമൊരു കായ്ച്ചിരിക്കുന്നാടൻ പെണ്ണാണ് അഴകേ ചങ്കുലയ്ക്കണ ചോദ്യം ഇതെന്തേ തീയിരിക്കണൊരതിയുമെന്തേ നമ്മൾ രണ്ടും രണ്ടായെന്ന ലോകം തിരില്ലേ ചിയോതി കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കൈയും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ മഴവിൽ ചന്തമേ നീ സ്വന്തമേ തന്താനേ തന്താനേ തന്താനേ. നമ്മുടെ കുഞ്ഞാറ്റെന്നാണ് എല്ലാരും പറഞ്ഞു കേട്ടേക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് വന്നപ്പോഴേ പേരെന്താന്ന് ചോദിക്കണമെന്ന്. ശരിക്കുള്ള പേരെന്താ കുഞ്ഞാറ്റയുടെ? സുഭദ്ര. നല്ല പേര്. ആരായിട്ടാ പേര്? അച്ഛനും. ആണോ? അച്ഛനും അമ്മയൊന്ന് ഏട്ടനെ കൂടെ ആരാ സെലക്ട് ചെയ്തത് സുഭദ്ര എന്നുള്ള പേര്? അച്ഛനാണല്ലേ? കൃഷ്ണന്റെ പെങ്ങളാണല്ലോ സുഭദ്ര.
ഓ അങ്ങനെ 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 ഓർത്തിട്ടതാണല്ലേ. ടീച്ചർ ഏതാണ് പഠിപ്പിക്കുന്നത് വിഷയം? എല്ലാ വിഷയം എടുക്കും. LP ആണ് സെക്ഷൻ, LP ആണ് സെക്ഷൻ, എല്ലാ വിഷയം എടുക്കും. ഞാൻ വിചാരിച്ചു മലയാളംകാരി ആയതുകൊണ്ടായിരിക്കും മലയാളം ആയിരിക്കും. അങ്ങനെയല്ല. ശരി, അച്ഛൻ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കില് ദൈവികം കുറച്ച് ചെയ്യാം. ഞങ്ങള് ഇച്ചിരി ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലാണ്. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടാവില്ലേ കൊച്ചിനെ പാട്ട് പഠിപ്പിക്കും, കൊച്ചിനെ പാട്ട് പഠിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ കേൾക്കണതായിരിക്കും അല്ലേ? അതാണ്. അപ്പൊ എന്താണ് തീരുമാനം? പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. നമ്മളത് വളരെ മിസ് ചെയ്തു. നമ്മളുടെ അനുഭവം കൊണ്ടാണ് കുറച്ചുകൂടി കൊച്ചു ബെറ്റർ ആയനെ. അവക്കൊരു ദൈവമേ ഞാനിനി അതിൽ പാട്ട് പഠിക്കാൻ പോണോന്നുണ്ടോ? മടിയാണല്ലേ? കഴിഞ്ഞ ദിവസം അടക്കുന്നതാണെങ്കിലും ഈ പാട്ടിന്റെ കാര്യത്തില് ഞാൻ എൻ്റെ ഒരു ടീച്ചറിന്റെ കൂടെ പഠിക്കുന്ന ടീച്ചറിന്റെ മോന്റെ കല്യാണമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അത് മറ്റേ നമ്മുടെ രേഖ എഴുപന്റെ രേഖ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു. ഇവളെ ഞാൻ തയ്യാറാക്കി. ഞാൻ പറഞ്ഞു മോൾ പാട്ട് പാടണം. കാരണം ഞാൻ TD സ്കൂളിൽ ചെന്നിട്ട് ജൂണിലാണ് ഈ വർഷം. അതുവരെ ഞാൻ എഴുപനില് സെന്റ് ആൻഡ്രീസ് ഗവൺമെന്റ് LP സ്കൂളിലാണ് 17 വർഷം അവിടെ വർക്ക് ചെയ്ത്. അതിനുശേഷമാണ് അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ സ്കൂളിലെ മറ്റേ പഴയ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ഇവളെ പാടും അറിയാം. എന്റെ സ്കൂളിലെ ടീച്ചർമാർക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ ചെറിയ സ്കൂളിൽ അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ടീച്ചർ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് കൊച്ചു പാടും, അപ്പൊ നിന്റെ പാട്ടൊന്ന് കേൾക്കാണ്. അപ്പൊ ഓക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് ഐസ്ക്രീം ഒക്കെ കണ്ടപ്പോ ആളുടെ ഇതം മാറി. ഞാൻ പാട്ട് പാടിയെന്ന് പറഞ്ഞു. വിളിച്ചറിഞ്ഞു. അവിടെ ഒരു ടീച്ചർമാരൊക്കെ എല്ലാരും പറഞ്ഞു മോളെ ഒരു ഒന്ന് പാടുന്നുണ്ട്. അവസാനം ഞങ്ങൾ 5 മണിക്ക് എന്ന് ഞങ്ങൾ 9:30 വരെ ഇവളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി എല്ലാവരും നോക്കി നിന്ന് പാട്ട് പാടി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു ചിലപ്പോ ആരെങ്കിലും എടുത്ത് പിന്നെ ഒരു ഇതിലൊക്കെ ഇട്ടാലോ വൈറലായാലോ കാരണം കൊച്ചു പാടിക്കും. ഇത് ഇവിടേക്ക് വരുമ്പോ ആരെങ്കിലും ഒക്കെ എടുക്കുമല്ലോ. നിന്റെ പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് സംഭവിച്ചില്ല അവിടെ അല്ലെങ്കിലും വേറൊരിടത്ത്. അതെ, വെറുതെ ഇരിക്കുന്നതിനങ്ങനെ തോന്നി അങ്ങനെ പറഞ്ഞു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പാട്ടിന് ഞാൻ അങ്ങനെ പോയില്ല. എനിക്ക് പനിയായിരുന്നു. കാരണം ഹസ്ബൻഡൊക്കെ കൂടെയാ പോയത്. പാട്ട് പാടാന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോ അവളുടെ വിധം മാറും. അതെന്ത് പറ്റും? അവിടെ ചെല്ലുമ്പോ മടിയാവോ? അവിടെ ചെല്ലുമ്പോ കുറച്ച് മടി. അതെന്താ? സ്റ്റേജിൽ കയറാൻ വല്ല പേടിയുണ്ടോ? അല്ല പേടിയല്ല, നേരത്തെ പേടിയല്ല. കേറുമ്പോ എന്താന്നറിയാമോ, ഞാൻ കൂളായിട്ട് തന്നെയാണ് കേറണം. ഇടക്ക് കാലിടന്ന് വിറക്കും. അതാണ് പ്രശ്നം. ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ കാലിടന്ന് ഇങ്ങനെ വിറച്ചോണ്ടേയിരിക്കും. ഞാൻ ചോദിച്ചു എന്താണ്, ഞാൻ മനസ്സിൽ പറയും കാലേ നിക്ക് 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 എന്താണ് ഇങ്ങാടി പോണെന്നൊക്കെ പറയും. അങ്ങനെ എന്താന്നറിയാൻ പറ്റില്ല. ഞാൻ വെറുതെ കൂളായിട്ട് ഇന്ന് പാടുമ്പോഴേ കാലിടന്ന് വിറക്കും. ഇപ്പൊ സീനില്ല. റെഡിയാണ് ഇപ്പൊ സെറ്റായി. അന്ന് അവിടെ ഏത് പാട്ടാ പാടിയത്? എഴുതിയിൽ ഏത് പാട്ടാ പാടിയത്? വയറലായ പാട്ട് തന്നെയാണ് അവിടെയും പാടിയത് അല്ലേ? വേറെ കൊച്ചിന് പാടാൻ ഇഷ്ടമുള്ള വേറെ പാട്ടേതാ? ഏറ്റവും ഇഷ്ടം നാടൻ പാട്ടാണോ അല്ലെ സിനിമ പാട്ടാണോ? സിനിമ പാട്ടാണ്. अकलावा मजबूरी नू आन जान दी पसूरी नू सहर बड़े आ तेरी पी जावा मैं बूरी नू आना से ओ नहीं आया दिल बांग बांग मेरे टकराया कागा बोल कि रस जावे वावा क्योरी चूरी नू रवाच बावाच ओ नोल कम कोई मैनू ना रोके मेरी डोल च रहिया दी दिल हपन के मैं होवे आ जावे दिल तेरा बुरा भी ना होवे आहा बड़ी बुराइया दी दिल बात में होवे आ जावे दिल तेरा बुरा भी ना होवे बुरा भी ना होवे भूल गई मजबूरी नू दुनिया दी जद दूरी नू साग तेरा है बतेरा भूरा गल जरूरी नू आना से ओ नहीं आया आस्ता ना दिखलाया दिल हमारा दे सहारा काग सा एक दूरी नू सारी मैं जवा में दिनों बुला वगल सारी ता होवे मेरी डोल चराइया दी मेरे हपन के मैं होवे आ जावे दिल तेरा बुरा भी ना होवे आहा बड़ी बुराइया दी दिल बात के मैं होवे आ जावे दिल तेरा बुरा भी ना होवे बुरा भी ना होवे. കുറച്ച് സ്ലോ ആയിട്ട് പാടുണ്ടായിരുന്നല്ലേ? നല്ല രസമല്ലേ കുഞ്ഞു പാടാൻ? നല്ല രസമായിട്ടാ കുഞ്ഞാറ്റെ. താങ്ക് യു.
അപ്പൊ ഇനി എന്തായാലും നിങ്ങക്ക് ബാധ്യത കൂടി. കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് പാട്ട് പഠിപ്പിച്ചേ പറ്റുള്ളൂ കേട്ടാ, അല്ലെങ്കിൽ ആൾക്കാർ വിടുമെന്ന് ചോദിക്കും എന്താ കുഞ്ഞിനെ വിടാത്തതെന്ന്. എല്ലാരും പറയണത്. എല്ലാരും സപ്പോർട്ടാണല്ലേ അതായത് നാട്ടിലുള്ളവരും എല്ലാവരും അത് ഷെയർ ചെയ്യുകയും കൊച്ചിനെ അഭിനന്ദിക്കുകയും ഒരുപാട് പേര് കാണാനൊക്കെ വരുന്നുണ്ടല്ലേ കുട്ടനെ അല്ലേ? അപ്പൊ നല്ലതായിട്ട് ഇനി നല്ലൊരു സിംഗർ ആവട്ടെ, സൂപ്പർ ആവട്ടെ, അങ്ങനെ ആവും. എന്നാൽ അതിനുള്ള ആശംസകളെല്ലാം മുൻകൂട്ടി കേട്ടോ. നല്ല സ്മാർട്ടാണ് കേട്ടോ അവള്. ഞങ്ങൾ വന്നപ്പോ തന്നെ ആള് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് പോയി റെഡിയായി, സുന്ദരിയായി, മേക്കപ്പ് ഒക്കെ ചെയ്ത് മിടുക്കിയായി. ഒന്ന് എല്ലാം തന്നെ ചെയ്തോളൂ. അമ്മേനെയും കൂടെ റെഡിയാക്കി അങ്ങനെ നല്ല മിടുക്കി കുട്ടിയാണ്. എന്തായാലും കുഞ്ഞിന് ഞങ്ങളുടെ അടുത്താണ്, നമ്മൾ താമസിക്കുന്ന എഴുപുന്നേല് തന്നെയാണ് മോളുടെ വീടും. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നെന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. അപ്പൊ താങ്ക് യു. കുറെ പാട്ടുകളൊക്കെ എനിക്ക് പാടി തന്നതിലും എല്ലാവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാനും കാണാനൊക്കെ പറ്റിയതില്. അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റിനെ ഇഷ്ടപ്പെട്ടില്ലേ? കുഞ്ഞാറ്റിയുടെ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വൈറലായിട്ടുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞാറ്റിയുടെ വിശേഷങ്ങള്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുവേ. ബൈ.